നമ്മൾ ഒരുപാട് സിനിമകൾ ശ്രീനിവാസൻ്റെ തിരക്കഥയിലൂടെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ അത് ഒരു സമയമായപ്പോൾ അത് നിന്നിട്ട് സത്യേട്ടൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു തുടങ്ങി. എന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് അത് സംഭവിച്ചത്? സ്വയം എഴുതാൻ തുടങ്ങിയത് വേറെ ആളെ കിട്ടാഞ്ഞോണ്ടാണ്. കാര്യം വെച്ചാൽ അന്ന് ശ്രീനിവാസനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് മാനസികമായി ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള റൈറ്റർ. പിന്നെ ലോഹിദാസ്, രഘുനാഥ് പലേരി, ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും ഓരോ തിരക്കുകളിലായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് ഞാനും ലാലും കൂടി വേറെ ഏതോ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞിരുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ഒരു ആശാരി പണിക്കാരൻ എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആണ് രസതന്ത്രത്തിലേക്കുള്ള ഒരു വരവ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, വേറെ ആരും എഴുതാനില്ലെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. മനസ്സിൽ ശ്രീനിവാസനെയും പത്മരാജനെയും MTനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന് എഴുതിയതാണ് രസതന്ത്രവും വിനോദയാത്രയും എന്ന്. എപ്പോഴും അതൊക്കെ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ തീരെ നിവൃത്തിയില്ലാതാകുമ്പോൾ നമ്മൾ എഴുതി പോകുന്നതാണ്. അല്ല, ഞാൻ ഇവിടെ ചേട്ടൻ വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കവിതകളും പാട്ടുകളും എഴുതിയ ആളാണ്, ഒരുപാട് തിരക്കഥ എഴുതിയ ആളാണ്, ഒരുപാട് സിനിമ സംവിധാനം ചെയ്ത ആളാണ്. ഇതിലാരെയാണ് സത്യേട്ടന് കൂടുതൽ ഇഷ്ടം? എഴുതുന്ന ആളെയാണോ, സംവിധായകനെയാണോ, തിരക്കഥാകൃത്തിനെയാണോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പം തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കാറില്ല, കാരണം അങ്ങനെയൊക്കെ അതെല്ലാം സംഭവിച്ചു പോയതാണ്. അല്ലാതെ അതിലെ ഗാനരചയിതാവായി വെച്ചാൽ പണ്ട് സാഹിത്യത്തിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞത്. ഞാനൊരു ഗാനരചയിതാവായിട്ട് വന്ന ആളല്ല. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കവിത എഴുതാൻ അറിയുന്ന ആൾക്ക് പാട്ട് എഴുതാം, ഒന്ന് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ലവ് ലെറ്റർ എന്നുള്ള സിനിമയിൽ പാട്ട് എഴുതി, 2 പാട്ടുകൾ എഴുതി. സിന്ദൂരം എന്നുള്ള സിനിമ വന്നപ്പോൾ ഞാനാണ് ഡോക്ടർ എഴുതുന്ന സ്ക്രിപ്റ്റുകളൊക്കെ കോപ്പി ചെയ്യാറുള്ളത്. അപ്പോൾ സിറ്റുവേഷൻസൊക്കെ എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഓരോ പാട്ട് ഓരോ വ്യക്തികളാണ് എഴുതുന്നത്, നിനക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ വെച്ച് നീ ഒരു പാട്ട് എഴുതിക്കുന്നു. അതാണ് ഒരു നിമിഷം തരൂ. അത് മാത്രമല്ല, നമ്മുടെ ഒരു പ്രേമഭാജനം ഉള്ളത് കൊണ്ടാണോ അത് എഴുതിപ്പോയത് അല്ലേ? അത് എൻ്റെ 21ാമത്തെ വയസ്സിൽ എഴുതിയ പാട്ടാണ്. ആ പാട്ട് എഴുതുമ്പോൾ ഇപ്പം നമുക്ക് അത്ഭുതം തോന്നും. ഒരു നിമിഷം തരൂ നിന്നിലെ എന്നുള്ള പാട്ട് എഴുതുന്നത് എനിക്ക് 21 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യ കേരളമ്മ കോളേജിൽ പഠിക്കുകയാണ്. അപ്പം നിമ്മി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, നിർമ്മല എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലയെ എൻ്റെ അനുരാഗം തളിർത്തുവെങ്കിൽ എന്നാണ് അതിലെ വരികൾ. അപ്പോൾ എൻ്റെ ധാരണ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും, അന്ന് ഭാര്യയായിട്ടില്ല, മനസ്സിലാവും, എന്നെ അഭിനന്ദിക്കും എന്നൊക്കെയാണ്. പക്ഷേ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷനും കാണാനില്ല. നിമ്മിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിമ്മിയെ പറ്റി എഴുതുകയാണ്. ഒരു സംവിധായകൻ ആയില്ലായിരുന്നെങ്കിൽ അങ്ങെന്താകുമായിരുന്നു? ഒരു എഴുത്തുകാരനോ, കവിയോ? ഒരു പത്രക്കാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അന്ന് മനസ്സിലെ റോൾ മോഡൽ MT വാസുദേവൻ നായരാണ്. അന്നും ഇന്നും MT നമ്മുടെ ഹീറോ ആണ്. അപ്പോൾ MT ഒരേ സമയം സിനിമയും പത്രവും ഒന്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതും ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. പക്ഷേ ദൈവമാണ് നമ്മളെ നയിക്കുന്നതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിധിയാണ് നമ്മളെ നയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു.